നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പഴയ കഥയുടെ ഉള്ളറകളിലേക്കാണ് പോകുന്നത്. വളരെ പഴയത് അല്ലേ? ഏകദേശം 100 വർഷം മുൻപെഴുതിയ കഥയാണ്. അതെ, സൂസൻ ഗ്ലാസ്പെലിന്റെ എ ജൂറി ഓഫ് ഹെർ പിയേഴ്സ്. നിങ്ങളുടെ മുന്നിലുള്ള സോഴ്സുകളിൽ ഈ കഥയുടെ ഒരു സംഗ്രഹവും പ്രധാന ചോദ്യങ്ങളും കാണാം. ഒറ്റനോട്ടത്തിൽ ഇതൊരു കൊലപാതക കഥയാണ്. ശരിയാണ്. പക്ഷെ അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഈ കഥ പറയുന്നുണ്ട്. നീതി, സഹാനുഭൂതി, പിന്നെ ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലോകങ്ങൾ തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം. അതെ, നിയമം അതിന്റെ വലിയ ബൂട്ടുകളിട്ട് ശബ്ദമുണ്ടാക്കി വരുമ്പോൾ ഒരു വീടിന്റെ അടുക്കളയിലെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു നീതിയുടെ കഥയാണ് ഗ്ലാസ്പെൽ പറയുന്നത്. നിയമത്തിന്റെ കണ്ണിൽ പെടാത്ത തെളിവുകൾ സഹാനുഭൂതിയുടെ കണ്ണുകൾ എങ്ങനെ കണ്ടെത്തുന്നു, അല്ലേ? അതാണ് ഈ കഥയുടെ കാതൽ. അപ്പൊ കഥ തുടങ്ങുന്നത് തന്നെ ഒരു തരം മരവിപ്പിക്കുന്ന തണുപ്പിലാണ്. അയോവയിലെ ഒരു ഗ്രാമത്തിൽ മിസ്റ്റർ റൈറ്റ് എന്ന കർഷകനെ സ്വന്തം കിടപ്പുമുറിയെ കഴുത്തിൽ കയറ് മുറുകി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അതെ, സ്വാഭാവികമായും സംശയം മുഴുവൻ ആ വീട്ടിലുണ്ടായിരുന്ന ഭാര്യ മിസസ് റൈറ്റിലേക്കാണ്. അന്വേഷണത്തിനായി ഷെരീഫും കൗണ്ടി അറ്റോർണിയും പിന്നെ അയൽക്കാരനായ മിസ്റ്റർ ഹെയിലും ആ ഒറ്റപ്പെട്ട വീട്ടിലേക്കെത്തുന്നു. പക്ഷെ അവർ തനിച്ചല്ല പോകുന്നത്. അല്ല, അവിടെയാണൊരു രസകരമായ കാര്യം. മിസ്റ്റർ ഹെയിലിന്റെ ഭാര്യ മാർത്ത ഹെയിലും ഷെരീഫിന്റെ ഭാര്യ മിസസ് പീറ്റേഴ്സും കൂടെയുണ്ട്. എന്തിനും? അന്വേഷണത്തിന് സഹായിക്കാനാണോ? ഒരിക്കലുമല്ല. അറസ്റ്റിലായ മിസസ് റൈറ്റിനെ ആവശ്യമായ കുറച്ച് വസ്ത്രങ്ങൾ എടുത്തുകൊടുക്കാൻ മാത്രം. ആഹാ. അപ്പോ തുടക്കത്തിൽ തന്നെ കഥ ആ ഒരു വേർതിരിവ് വരച്ചു കാണിക്കുന്നുണ്ട്. പുരുഷന്മാർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പോകുന്നു, സ്ത്രീകൾ സഹായത്തിന് പോകുന്നു. ആ യാത്രയിൽ മിസസ് ഹെയിലിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? ഉണ്ട്. കാരണം ഈ മിസസ് റൈറ്റ്, അതായത് മിനി ഫോസ്റ്റർ, അവരുടെ പഴയൊരു കൂട്ടുകാരിയായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഈ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് വന്ന ശേഷം 20 വർഷമായി അവർ തമ്മിൽ കണ്ടിട്ടില്ല. ആ വീട്ടിലേക്ക് അടുക്കും തോറും അവർ സ്വയം ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ഒരിക്കൽ പോലും അവളെ കാണാൻ വരാതിരുന്നത് എന്ന്. ആ കുറ്റബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ വീട്ടിൽ അവർ കാണാൻ പോകുന്ന കാര്യങ്ങളെ ഒരു മുൻവിധിയില്ലാതെ സമീപിക്കാൻ അത് സഹായിക്കുന്നു. അതെ, ഒരു പോലീസുകാരിയുടെ കണ്ണിലൂടെയല്ല, മറിച്ചൊരു സുഹൃത്തിനെ കാണാൻ വൈകിയതിന്റെ കുറ്റബോധമുള്ള ഒരു സ്ത്രീയുടെ കണ്ണിലൂടെയാണ് അവർ ആ വീടിനെ കാണുന്നത്. അവിടെ വെച്ച് മിസ്റ്റർ ഹെയിൽ തലേദിവസം നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം റൈറ്റുമായി ഒരു ടെലിഫോൺ ലൈൻ പങ്കുവെക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷേ വാതിൽ തുറന്ന മിസസ് റൈറ്റിന്റെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു. അതെ, അവരൊരു കസേരയിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സ്വന്തം കൈകൾ മടക്കിപ്പിടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണ്. ആ വിവരണം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പന്തികേട് തോന്നും. മിസ്റ്റർ ഹെയിൽ ഭർത്താവിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ ശാന്തമായി, യാതൊരു വികാരവുമില്ലാതെ പറഞ്ഞു, അതിന് കാര്യമില്ല, കാരണം അദ്ദേഹം മരിച്ചുപോയി. അത്രയുള്ളൂ. അതെ. എങ്ങനെ മരിച്ചുവെന്ന് ചോദിച്ചപ്പോൾ കഴുത്തിൽ കയർ മുറുക്കിയെന്നും പറഞ്ഞു. എപ്പോഴാണ് നടന്നതെന്നോ ആരാണ് ചെയ്തതെന്നോ തനിക്കറിയില്ല. താൻ ഉറക്കത്തിലായിരുന്നുവെന്നായിരുന്നു മൊഴി. ഈ നിർവികാരതയാണ് പുരുഷന്മാരുടെ സംശയത്തിന് പ്രധാന കാരണം. ഒരു ഭർത്താവ് മുകളിൽ മരിച്ചുകിടക്കുമ്പോൾ ഇത്രയും ശാന്തയായിരിക്കുന്ന ഒരു സ്ത്രീ, പോലീസുകാരുടെ സംശയം അവരിലേക്ക് തന്നെ പോയതിൽ അത്ഭുതമില്ല. തീർച്ചയായും. അപ്പോ അവർ എവിടെയാണ് തെളിവ് തിരയാൻ തുടങ്ങിയത്? അവിടെയാണ് കഥയുടെ ഗതി തിരിയുന്നത്. പുരുഷന്മാർ കൊലപാതകം നടന്ന കിടപ്പുമുറിയിലേക്കും മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്നവർ കരുതുന്ന കളപ്പുരയിലേക്കുമൊക്കെ പോകുന്നു. അതെ, കാരണം കൊലപാതകത്തിന്റെ തെളിവുകൾ അത്തരം പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കാണു എന്നാണ് അവരുടെ ധാരണ. പോകുന്നതിന് മുൻപ് കൗണ്ടി അറ്റേണി അടുക്കളയിലേക്ക് നോക്കി പുച്ഛത്തോടൊരു വാചകം പറയുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് അടുക്കളയിലെ സാധനങ്ങളല്ലാതെ. അടുക്കളയിലെ സാധനങ്ങൾ അത്ര നിസ്സാരമായിട്ടാണ് അയാൾ അതിനെ കണ്ടത്. അതെ, അന്നത്തെ പുരുഷാധിപത്യ സമൂഹത്തിൽ അടുക്കള എന്നത് സ്ത്രീകളുടെ ലോകമാണ്. അത് നിസ്സാരമാണ്, പ്രാധാന്യമില്ലാത്തതാണ്. ആ ഒരു വാചകത്തിലാണ് സത്യത്തിൽ അവരുടെ അന്വേഷണം പരാജയപ്പെടാൻ പോകുന്നതിന്റെ ആദ്യത്തെ സൂചനയുള്ളതല്ലേ? ശരിയാണ്. അവർ നിസ്സാരമെന്ന് കരുതുന്ന ആ അടുക്കളയിലാണ് കൊലപാതകത്തിന്റെ കാരണവും അതിന്റെ തെളിവും അതിന്റെ പിന്നിലെ വർഷങ്ങളുടെ വേദനയും മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അവരുടെ അഹങ്കാരം അവരെ അന്ധരാക്കുന്നു. അതെ. അങ്ങനെ പുരുഷന്മാര് പോയ ശേഷം മിസസ് ഹെയിലും മിസസ് പീറ്റേഴ്സും ആ തണുത്തുറഞ്ഞ അടുക്കളയിൽ ഒറ്റപ്പെടുന്നു. അവിടെ അവർ കാണുന്ന കാഴ്ചകൾ ശരിക്കും എന്താ പറയാ, ഹൃദയഭേദകമാണ്. പാതി തുടച്ച മേശ, പാത്രത്തിൽ പകുതി നിറച്ച പഞ്ചസാര, പിന്നെ അതെ, ഷെൽഫിൽ പൊട്ടിപ്പോയ അച്ചാറുഭരണി. അതെല്ലാം
മിസസ് റൈറ്റിന്റെ മാനസികാവസ്ഥയുടെ നിശബ്ദമായ അടയാളങ്ങളായിരുന്നു. ആ പൊട്ടിയ അച്ചാറ് ഭരണി കണ്ട് മിസസ് ഹെയിൽ പറയുന്നുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനു ശേഷം അതിങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ എന്തുമാത്രം സങ്കടം വരുമെന്നറിയാമോ എന്ന്. ഇത് പുരുഷന്മാർ കേട്ടാൽ ചിരിക്കും. തീർച്ചയായും. പക്ഷെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ അധ്വാനത്തിന്റെ വിലയറിയാം. ആ പൊട്ടിയ ഭരണി മിസസ് റൈറ്റിന്റെ തകർന്നുപോയ സ്വപ്നങ്ങളുടെ ഒരു പ്രതീകം കൂടിയാണ്. പിന്നീട് മിസസ് റൈറ്റിനു വേണ്ടി വസ്ത്രങ്ങൾ തിരിയുമ്പോൾ അവർ കാണുന്നത് വളരെ മോശമായ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളാണ്. അപ്പോഴാണ് മിസസ് ഹെയിൽ പഴയ മിനി ഫോസ്റ്ററെ ഓർക്കുന്നത്. സുന്ദരമായ വസ്ത്രങ്ങൾ ധരിച്ച് പള്ളിയിലെ ഗായകസംഘത്തിൽ പക്ഷിയെപ്പോലെ പാടിയിരുന്ന ആ പെൺകുട്ടി. ആ ഓർമ്മ വന്നതും അവർക്ക് മനസ്സിലായി, മിസ്റ്റർ റൈറ്റുമായുള്ള വിവാഹജീവിതം അവളുടെ ജീവിതത്തിലെ നിറങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞിരുന്നുവെന്ന്. മിസ്റ്റർ റൈറ്റ് ഒരു നല്ല മനുഷ്യനായിരുന്നുവെന്ന് പറയുന്നുണ്ട്. കടം വാങ്ങില്ല, മദ്യപിക്കില്ല എന്നൊക്കെ. പക്ഷേ അയാൾ ഒരു കഠിന ഹൃദയനായിരുന്നു. അയാളുടെ വീട്ടിൽ സന്തോഷത്തിനോ സംഗീതത്തിനോ സ്ഥാനമുണ്ടായിരുന്നില്ല. അയാളുടെ സാമീപ്യം തന്നെ ഒരു തണുപ്പായിരുന്നു. ആ വീട്ടിലെ തണുപ്പ് കാലാവസ്ഥയുടെ മാത്രമല്ല, ആ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ കൂടിയായിരുന്നു. അതെ. ഈ സമയത്ത് പുരുഷന്മാർ തണുപ്പ് സഹിക്കാനാവാതെ താഴേക്കിറങ്ങി വരുന്നു. അപ്പോൾ സ്ത്രീകൾ മിസസ് റൈറ്റ് തുന്നിക്കൊണ്ടിരുന്നൊരു പുതപ്പിന്റെ കഷ്ണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് കൗണ്ടി അറ്റോർണി പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്, അവരത് ക്വിൽറ്റ് ചെയ്യുകയായിരുന്നോ അതോ കെട്ടിടുകയായിരുന്നോ എന്ന് തീരുമാനിച്ചോ എന്ന്. ആ പരിഹാസം അവരെ വേദനിപ്പിച്ചു. പക്ഷേ അതവരെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. ആ നിമിഷം മുതൽ അവർ രണ്ടുപേരും ഒരു ടീമായി മാറുന്നു. പുരുഷന്മാരുടെ ലോകത്തിന് പുറത്ത് അവർ തങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിക്കുകയാണ്. അതെ. അവർ പോയ ശേഷം മിസസ് ഹെയിൽ ആ പുതപ്പ് കഷ്ണം വീണ്ടും കയ്യിലെടുത്ത് പരിശോധിക്കുന്നു. അപ്പോഴാണ് അവരത് ശ്രദ്ധിക്കുന്നത്. മിക്ക തുന്നലുകളും വളരെ മനോഹരമാണ്, പക്ഷെ ഒരെണ്ണം മാത്രം വളരെ മോശമായി, വെപ്രാളത്തിൽ തുന്നിയതുപോലെ. അതെ, പുരുഷന്മാരുടെ കണ്ണിൽ അതൊരു മോശം തുന്നൽ മാത്രമാണ്. പക്ഷേ സ്ത്രീകളുടെ കണ്ണിൽ അതൊരു വലിയ തെളിവാണ്. അതെങ്ങനെയാണ് ഒരു തെളിവാകുന്നത്? കാരണം വർഷങ്ങളായി ഒരേ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് തുന്നൽ എന്നത് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ആ പിഴച്ച തുന്നലിൽ മിസസ് റൈറ്റിന്റെ ആ നിമിഷത്തിലെ മാനസിക സംഘർഷം, അവളുടെ ദേഷ്യം, അവളുടെ വെപ്രാളം, അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് പുരുഷന്മാർ കണ്ടാൽ അവൾ പരിഭ്രാന്തയായിരുന്നു എന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഒരു നിമിഷം പോലും ആലോചിക്കാതെ മിസസ് ഹെയിൽ ആ തുന്നലഴിച്ച് ശരിയാക്കുന്നത്. കൃത്യമായി. കഥയിലെ വളരെ നിർണായകമായൊരു നിമിഷമാണിത്. സഹാനുഭൂതിയിൽ നിന്ന് അവരൊരു പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. ആ നിമിഷം അവർ മിസസ് റൈറ്റിന്റെ പക്ഷം ചേരുകയാണ്. നിയമത്തിന്റെ നീതിയേക്കാൾ വലുതാണ് സഹാനുഭൂതിയുടെ നീതിയെന്ന് അവർ നിശബ്ദമായി തീരുമാനിക്കുകയാണ്. ഇതിനുശേഷമാണ് അവരടുത്ത സൂചന കണ്ടെത്തുന്നത്. ഒരു ഒഴിഞ്ഞ കിളിക്കൂട്. അതിന്റെ വാതിലിന്റെ വിജാഗിരി പൊട്ടിയിരിക്കുന്നു. ആരോ അത് വലിച്ചു പറിച്ചതുപോലെ. ഒരു ഒഴിഞ്ഞ കിളിക്കൂട്. പുരുഷന്മാർക്കത് വെറുമൊരു കൂട് മാത്രമായിരിക്കും. തീർച്ചയായും. എന്നാൽ ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ഗനുറ്റ നിശബ്ദതയിൽ ഒരു പാടുന്ന കിളി എത്രമാത്രം ആശ്വാസമായിരുന്നിരിക്കാമെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ആ ഒഴിഞ്ഞ കൂട് അവർക്ക് മിസസ് റൈറ്റിന്റെ നഷ്ടപ്പെട്ട സന്തോഷത്തിന്റെ പ്രതീകമായി തോന്നി. കിളി എവിടെ പോയി എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു. അവസാനം അവരാ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നു. തുന്നൽ സാധനങ്ങൾ വെക്കുന്ന ഭംഗിയുള്ള ഒരു പെട്ടിയിൽ ഒരു കഷ്ണം പട്ടുതുണിയിൽ പൊതിഞ്ഞ നിലയിൽ ചത്ത ഒരു കാനറി പക്ഷി അതിന്റെ കഴുത്ത് ഞെരിച്ചോടിച്ചിരുന്നു. ആ നിമിഷം ആ അടുക്കളയില് അതുവരെ ചിതറിക്കിടന്ന എല്ലാ സൂചനകളും ഒരുമിച്ചു വരികയാണ്. മിസിസ് റൈറ്റിന്റെ ഒറ്റപ്പെടൽ, അവളുടെ സന്തോഷമില്ലാത്ത ജീവിതം, പാട്ടുപാടിയിരുന്ന പഴയ മിനി ഫോസ്റ്റർ. അതെ, ഈ കിളി അവൾക്ക് തിരികെ കിട്ടിയ സന്തോഷമായിരുന്നു. ആ വീട്ടിൽ വീണ്ടും സംഗീതം വന്നപ്പോൾ സന്തോഷത്തെ വെറുക്കുന്ന മിസ്റ്റർ റൈറ്റ് അതിന്റെ കഴുത്തു ഞെരിച്ചു കൊന്നു. കിളിയുടെ കഴുത്ത് ഞെരിച്ച അതേ രീതിയിൽ. അയാളുടെ കഴുത്തിലും കയർ മുറുകി. അപ്പോൾ പുരുഷന്മാർ അന്വേഷിച്ചു നടന്ന ആ കാരണം, മോട്ടീവ് ഇതായിരുന്നല്ലേ? കൃത്യമായി. പക്ഷെ അതൊരു പുരുഷന്റെ കണ്ണിൽ ഒരു കാരണമേ അല്ല. ഒരു കിളിയെ കൊന്നതിന് ആരെങ്കിലും സ്വന്തം ഭർത്താവിനെ കൊല്ലുമോ എന്നായിരിക്കും അവർ ചോദിക്കുക. അതെ. എന്നാൽ വർഷങ്ങളായി തുടരുന്ന മാനസിക പീഡനത്തിനൊടുവിൽ അവസാനത്തെ പ്രതീക്ഷയും ഇല്ലാതാകുമ്പോൾ ഒരു മനുഷ്യൻ എന്തു ചെയ്യും എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. ആ കിളിയുടെ മരണം ഒരു കൊലപാതകത്തിന് കാരണമായ അവസാനത്തെ പ്രകോപനമായിരുന്നു. പുരുഷന്മാർ മടങ്ങിവരുന്ന ശബ്ദം കേട്ട് ആ സ്ത്രീകൾ പെട്ടെന്ന് ആ പെട്ടി ഒളിപ്പിക്കുന്നു. കൗണ്ടി അറ്റോർണി യാദൃച്ഛികമായി ആ കിളിക്കൂട് കാണുന്നുണ്ട്. അതെ, കിളിയെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ മിസസ് ഹെയിൽ വളരെ സ്വാഭാവികമായി ഒരു പൂച്ച പിടിച്ചതായിരിക്കും എന്ന് കള്ളം പറയുന്നു. ഇവിടെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഷരീഫിന്റെ ഭാര്യയായ മിസസ് പീറ്റേഴ്സിന്റെ മാറ്റമാണ്. ശരിയാണ്.
അവർ തുടക്കത്തിൽ നിയമത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു. നിയമവുമായി വിവാഹം കഴിഞ്ഞ സ്ത്രീ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ആ ചത്ത കിഴിയെ കണ്ട നിമിഷം അവരും മാറുന്നു. അതെ, ഒരുപക്ഷെ അവരുടെ സ്വന്തം ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ചോ ഒറ്റപ്പെടലിനെക്കുറിച്ചോ അവർ ഓർത്തിട്ടുണ്ടാവാം. കാരണം എന്തുതന്നെയായാലും ആ തെളിവ് മറച്ചുവെക്കുന്നതിലും അവരും പങ്കാളിയാവുകയാണ്. അവസാനം പുരുഷന്മാർക്ക് കൊലപാതകത്തിന് വ്യക്തമായൊരു കാരണം കണ്ടെത്താൻ കഴിയാതെ അവർ നിരാശരായി പോകാനൊരുങ്ങുന്നു. ഒരു ജൂറിക്ക് മുന്നിൽ വെക്കാൻ മാത്രം ശക്തമായ ഒരു കഥ നമുക്ക് കിട്ടിയില്ല എന്ന് അറ്റോർണി പറയുന്നുണ്ട്. ആ സമയത്ത് സ്ത്രീകൾ തനിച്ചായപ്പോ മിസസ് ഹെയിൽ ആ ചത്ത കിളിയുള്ള പെട്ടിയെടുത്ത് തന്റെ കോട്ടിന്റെ വലിയ പോക്കറ്റിൽ ഒളിപ്പിക്കുന്നു. അവരൊരു വാക്കുപോലും സംസാരിക്കുന്നില്ല. വേണ്ട, അവരുടെ നോട്ടങ്ങളിലൂടെ അവരൊരു തീരുമാനമെടുത്തിരുന്നു: മിസ്സിസ് റൈറ്റിനെ സംരക്ഷിക്കാൻ. നിയമപരമായ ജൂറി അവളെ വിചാരണ ചെയ്യുന്നതിനു മുൻപ് അവളുടെ തുല്യരായ ഈ 2 സ്ത്രീകൾ അവളെ വിചാരണ ചെയ്യുകയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവളെ കുറ്റവിമുക്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. അതെ. അപ്പോ നമ്മളീ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഈ കഥയില് ശരിക്കും 2 തരം നീതിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായും. നിയമപുസ്തകത്തിലുള്ള നീതിയും മനുഷ്യന്റെ അനുഭവങ്ങളിൽ നിന്ന് വരുന്ന നീതിയും. അതെ. പുരുഷന്മാർ പ്രതിനിധീകരിക്കുന്നത് നിയമപരമായ വസ്തുതകളെ മാത്രം ആശ്രയിക്കുന്ന നീതിയെയാണ്. അവർക്ക് തെളിവ് വേണം, കാരണം വേണം. അപ്പാക്കുന്നത് സഹാനുഭൂതിയിൽ അധിഷ്ഠിതമായൊരു നീതിയാണ്. അവർ മിസ്സിസ് റൈറ്റിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നു. വർഷങ്ങളോളം അവൾ അനുഭവിച്ച ഒറ്റപ്പെടലും ക്രൂരതയും അവർക്ക് ആ അടുക്കളയിലെ നിസാര കാര്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവർ അവളെ വിധിക്കുന്നതിനു പകരം സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എനിക്കിതിൽ ഏറ്റവും ശക്തമായി തോന്നിയൊരു കാര്യം ഈ സ്ത്രീ-പുരുഷ ലോകങ്ങൾ തമ്മിലുള്ള വിടവാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ലോകത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇല്ല. അവർ അതിനെ പുച്ഛത്തോടെ കാണുന്നു. തുന്നൽ, അച്ചാർ, കിളികൾ, ഇതെല്ലാം അവർക്ക് ട്രൈഫിൾസ് അഥവാ നിസാര കാര്യങ്ങളാണ്. ആ നിസാര കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു ജീവിതം മുഴുവൻ അടങ്ങിയിട്ടുണ്ടെന്നവർ മനസ്സിലാക്കുന്നില്ല. മിസ്സിസ് റൈറ്റിന്റെ അടുക്കളയിലെ പാതി തീർന്ന ജോലികൾ അവളുടെ മാനസികാവസ്ഥയുടെ തെളിവായിരുന്നു. പുതപ്പിലെ പിഴച്ച തുന്നൽ അവളുടെ വെപ്രാളത്തിന്റെ അടയാളമായിരുന്നു. കിളിക്കോടും ചത്ത കിളിയും കൊലപാതകത്തിന്റെ കാരണവും. ഇതെല്ലാം ആ നിസ്സാരമായ അടുക്കളയിലായിരുന്നു. പുരുഷന്മാർക്കത് കാണാൻ കഴിഞ്ഞില്ല, കാരണം അവർ അതിനെ കാണാൻ ശ്രമിച്ചില്ല. അതോടൊപ്പം ഈ കഥ അക്കാലത്തെ വിവാഹസങ്കല്പങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായും. മിസ്റ്റർ റൈറ്റിന്റെ വീട് മിനി ഫോസ്റ്റർക്ക് ഒരു വീടായിരുന്നില്ല, അതൊരു ജയിലായിരുന്നു. പുറം ലോകവുമായി ബന്ധമില്ല, കൂട്ടുകാരില്ല, സന്തോഷിക്കാൻ പാടില്ല. അവൾക്ക് ആകെ ഉണ്ടായിരുന്ന സംഗീതം, അവളുടെ പാട്ട്, അതും അയാൾ ഇല്ലാതാക്കി. ആ ചത്ത കിളി മിസസ് റൈറ്റിന്റെ നിശബ്ദമാക്കപ്പെട്ട ശബ്ദത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമാണ്, അല്ലേ? അതെ. ഒരു കാലത്ത് മനോഹരമായി പാടിയിരുന്ന അവൾ ആ വീട്ടിൽ നിശബ്ദയായി. പിന്നീട് ആ കിളിയുടെ പാട്ടിലൂടെ അവൾ വീണ്ടും സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ ഭർത്താവ് അതുമില്ലാതാക്കി. ഇത് ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. സ്ത്രീകളുടെ അധ്വാനത്തിന് വില കൽപ്പിക്കാത്ത, അവരുടെ മാനസികവും ശാരീരികവുമായ വേദനകളെ അവഗണിക്കുന്ന ഒരു സമൂഹത്തിന് നേർക്കുള്ള വലിയൊരു വിമർശനമാണ് ഈ കഥ. ചുരുക്കത്തിൽ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും വലിയ സത്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ കാര്യങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം എന്നാണ്. ഒരു കുറ്റകൃത്യത്തിന്റെ വസ്തുതകൾക്കപ്പുറം ഒരു മനുഷ്യന്റെ വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും കഥ വെളിപ്പെടുത്താൻ സഹാനുഭൂതിക്ക് കഴിയും. ശരിയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. കഥയുടെ തലക്കെട്ട് അവളുടെ തുല്യരടങ്ങുന്ന ഒരു ജൂറി, എ ജൂറി ഓഫ് ഹെർ പിയേഴ്സ് എന്നാണ്. അന്നത്തെ കാലത്ത് ഒരു നിയമപരമായ കോടതിയിൽ മിസ്സസ് റൈറ്റിനെ വിചാരണ ചെയ്തിരുന്നെങ്കിൽ ആ ജൂറിയിൽ മുഴുവൻ പുരുഷന്മാരായിരിക്കും. ശരിയാണ്. അവർക്ക് അവളുടെ ലോകമോ, ഒരു തണുത്ത വീട്ടിലെ ഒറ്റപ്പെട്ട ജീവിതത്തിന്റെ വേദനയോ, ഒരു കിളി നഷ്ടപ്പെട്ടതിലെ സങ്കടമോ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. ഒരിക്കലുമില്ല. അപ്പോൾ ഒരു വ്യക്തിയെ വിധിക്കാൻ യോഗ്യതയുള്ള തുല്യർ, പിയേഴ്സ്, ആരാണ്? ഒരേ നിയമവ്യവസ്ഥയിൽ ജീവിക്കുന്നവരാണോ, അതോ ഒരേപോലെയുള്ള അനുഭവങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയവരാണോ? ആ ഒരു ചോദ്യം ബാക്കി വെച്ചാണ് കഥ അവസാനിക്കുന്നത്.